ദിനവൃത്താന്തം 1 പുസ്തകം അധ്യായം 1. ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഹലേൽ, യാരേദ്, ഹനോക്ക്, മെതുശേലഹ്, ലാമക്, നോഹ, ശേം, ഹാം, യാഫത്ത്. യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബാൽ, മേശക്, തീരാസ്. ഗോമേരിന്റെ പുത്രന്മാർ അശ്കേനസ്, രീഫത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ എലീഷ, തർശീഷ്, കിത്തീം, ദോദാനി. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിശ്രയീം, പൂത്ത്, കനാൻ. കൂശിന്റെ പുത്രന്മാർ സെബ, ഹവീല, സപ്ത, രമ, സബേഖ. രമയുടെ പുത്രന്മാർ ശെബ, ദദാൻ. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യത്തെ വീരനായിരുന്നു. മിശ്രയീമോ ലൂദീം, അനാമീം, ലഹാബീം, നഫ്തൂഹീം, പത്രൂസീം, കസ്ലൂഹീം. ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു. കനാൻ തന്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, യെബൂസി, അമോരി, ഗിർഗശി, ഹിവ്വി, അർക്കി, സീനി, അർവാദി, സെമാരി, ഹമാത്തി എന്നിവരെ ജനിപ്പിച്ചു. ശേമിന്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പക്ഷത്, ലൂദ്, അരാം, ഊസ്, ഹൂൾ, ഗേധർ, മേശക്. അർപ്പക്ഷത് ശേലഹിനെ ജനിപ്പിച്ചു. ശേലഹ് ഏബരിനെ ജനിപ്പിച്ചു. ഏബരിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലഗ് എന്ന് പേർ. അവന്റെ കാലത്തായിരുന്നു ഭൂമി വിഭാഗിക്കപ്പെട്ടത്. അവന്റെ സഹോദരന് യൊക്താൻ എന്ന് പേർ. യൊക്താനോ അൽമോദാദ്, ശേലഫ്, അസർമാവത്ത്, യാരഹ്, ഹദോരാം, ഊസാൽ, ദിക്ല, ഏബാൽ, അബീമായേൽ, ശെബ, ഓഫീർ, ഹവീല, യോബാബ് എന്നിവരെ ജനിപ്പിച്ചു. ഇവരെല്ലാവരും യൊക്താന്റെ പുത്രന്മാർ. ശേം, അർപ്പക്ഷത്, ശേലഹ്, ഏബർ, പേലഗ്, രയു, ശരൂഗ്, നാഹോർ, തേരഹ്, അമ്രാം. ഇവൻ തന്നെ അബ്രഹാം. അബ്രഹാമിന്റെ പുത്രന്മാർ ഇസ്ഹാക്ക്, ഇസ്മായിൽ. അവരുടെ വംശപാരമ്പര്യമാവിത്. ഇസ്മായിലിന്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ, അത്ബയേൽ, മിപ്ഷാം, മിഷ്മ, ദൂമ, മസ്സ, ഹദദ്, തേമ, യത്തൂർ, നാഫീഷ്, കേദമ. ഇവർ ഇസ്മായിലിന്റെ പുത്രന്മാർ. അബ്രഹാമിന്റെ വെപ്പാട്ടിയായ കെതൂറായുടെ പുത്രന്മാർ സിമ്രാൻ, യൊക്ഷാൻ, മേദാൻ, മിദ്യാൻ, ഇഷ്ബക്, ശൂവഹ് എന്നിവരെ അവൾ പ്രസവിച്ചു. യൊക്ഷാന്റെ പുത്രന്മാർ ഷെബ, ദദാൻ. മിദ്യാന്റെ പുത്രന്മാർ ഏഫ, ഏഫർ, ഹനോക്ക്, അബീദ, എൽദായ. ഇവരെല്ലാവരും കെതൂറായുടെ പുത്രന്മാർ. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്കിന്റെ പുത്രന്മാർ ഏശാവ്, ഇസ്രായേൽ. ഏശാവിന്റെ പുത്രന്മാർ എലീഫാസ്, രയൂവേൽ, യെയൂഷ്, യലാം, കോരഹ്. എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗത്താം, കെനസ്, തിമ്ന, അമാലേക്. രയൂവേലിന്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ്സ. സെയീരിന്റെ പുത്രന്മാർ ലോദാൻ, ശോബാൽ, സിബയോൻ, അന, ദീശോൻ, യേസർ, ദീശാൻ. ലോദാന്റെ പുത്രന്മാർ ഹോരി, ഹോമാം. തിമ്ന ലോദാന്റെ സഹോദരിയായിരുന്നു. ശോബാലിന്റെ പുത്രന്മാർ അലിയാൻ, മാനഹത്ത്, ഏബാൽ, ഷെഫി, ഓനാം. സിബയോന്റെ പുത്രന്മാർ അയ്യ, അന. അനായുടെ പുത്രന്മാർ ദീശോൻ. ദീശോന്റെ പുത്രന്മാർ ഹമ്രാൻ, യശ്ബാൽ, ഇത്രാൻ, കെരാൻ. യേസരിന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാക്കാൻ. ദീശാന്റെ പുത്രന്മാർ ഊസ്, അരാൻ. ഇസ്രായേൽ മക്കളെ രാജാവ് വാഴും മുമ്പേ യെദോം ദേശത്ത് വാണ രാജാക്കന്മാർ ആരെന്നാൽ ബെയോരിന്റെ മകനായ ബേല. അവന്റെ പട്ടണത്തിന് ദിൻഹാബ എന്നു പേർ. ബേല മരിച്ച ശേഷം ബൊസ്രക്കാരനായ സേരഹിന്റെ മകൻ യോബാബ് അവനു പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തേമാദേശക്കാരനായ ഹൂശാം അവനു പകരം രാജാവായി. ഹൂശാം മരിച്ച ശേഷം ബദദിന്റെ മകൻ ഹദദ് അവനു പകരം രാജാവായി. അവൻ മോവാബ് സമഭൂമിയിൽ മിദ്യാനെ തോൽപ്പിച്ചു. അവന്റെ പട്ടണത്തിന് അവീത്ത് എന്നു പേർ. ഹദദ് മരിച്ച ശേഷം മസ്രേക്കക്കാരനായ സമ്ല അവനു പകരം രാജാവായി.
സമ്ല മരിച്ച ശേഷം നദീതീരത്തുള്ള രഹോബോത്ത് പട്ടണക്കാരനായ ശൗൽ അവനു പകരം രാജാവായി. ശൗൽ മരിച്ച ശേഷം അക്ബോരിന്റെ മകൻ ബാൽ ഹാനാൻ അവനു പകരം രാജാവായി. ബാൽ ഹാനാൻ മരിച്ച ശേഷം ഹദദ് അവനു പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് പായി എന്നും ഭാര്യയ്ക്ക് മെഹേത്തബേൽ എന്നും പേർ. അവൾ മേസാഹാബിന്റെ മകളായ മത്രേദിന്റെ മകളായിരുന്നു. ഹദദും മരിച്ചു. എദോമ്യ പ്രഭുക്കന്മാരാവിത്: തിമ്ന പ്രഭു, അല്യ പ്രഭു, യഥേത്ത് പ്രഭു, ഒഹോലിബാമ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിപ്സാർ പ്രഭു, മഗ്ദിയേൽ പ്രഭു, ഈരാം പ്രഭു. ഇവരത്രേ എദോമ്യ പ്രഭുക്കന്മാർ.